ആദ്യത്തിൽ കലങ്ങി തെളിയണം, നായകൻ വില്ലൊടിക്കണം, കണ്ണുനീര് നീങ്ങി കളിചിരിയിലാകണം ശുഭം, കയ്യടി പുറകെ വരണം. എന്തിനാണ് ഹേ ഒരു ചോദ്യമോ ദുഃഖമോ ബാക്കി വെക്കുന്നത്? തിരശീലയിൽ നമുക്ക് ഈ കൺകെട്ടും കാർണിവലും മതി. സച്ചിയുടെ വാക്കുകൾ കാലത്തിന്റെ ശീലകളെ ഭേദിച്ചാണ് കുതിച്ചു പായുന്നത്. പണ്ട് കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ അലമാരകൾ 3 കൊല്ലം കളിപ്പിച്ച ഒരു നാടകം കൊണ്ട് നിറച്ച കൊച്ചു സച്ചിക്ക് വേണ്ടി മലയാള സിനിമ നീക്കിവെച്ചത് ബോക്സ് ഓഫീസിന്റെ ലോക്കർ ഷെൽഫ് തന്നെയാണ്. ആ ജന്മം കഥകളുടെയും സിനിമകളുടെയും ആയിരുന്നു. പറയാൻ കൊതിച്ച വിലായത്ത് ബുദ്ധയുടെയും മറയൂർ ഡബിൾ മോഹന്റെയും കഥ ബാക്കി വെച്ചാണ് സിനിമയിൽ തന്നെ അലിഞ്ഞു ചേർന്ന അയാൾ ഭൂതകാലത്തേക്ക് മാഞ്ഞത്. മമ്മൂട്ടിയെ നായകനാക്കി ബ്രിഗന്റ് എന്ന സിനിമയുടെ പ്ലാനിങ്ങിലായിരുന്നു സച്ചി. മമ്മൂക്കയോട് അത് പറയും മുമ്പേ സച്ചി നമ്മളെ വിട്ടുപോയി എന്ന് പൃഥ്വി ഒരിക്കൽ പറഞ്ഞിരുന്നു. അതിനുമപ്പുറം അയാൾ പറയാൻ കൊതിച്ച എത്ര കഥകൾ ഉണ്ടാകും. പ്രിയപ്പെട്ട സച്ചി, ഞങ്ങളും ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയുടെ ഒത്ത നടുക്ക് നിങ്ങൾക്കായി ഒഴിഞ്ഞിട്ടിരിക്കുന്ന ആ കസേരയിൽ മറ്റേതോ ലോകത്ത് നിങ്ങൾ കയ്യിൽ ഒരു ചായ ഗ്ലാസുമായി അഴിച്ചിട്ട മുണ്ട് നീക്കി കാലിന്മേൽ കാലൂന്നി ആട്ടങ്ങൾ ഓരോന്നും കണ്ട് രസിക്കുന്നുണ്ടെന്ന്. പറഞ്ഞു തീരാത്ത കഥകളുടെ കെട്ടഴിച്ച് നിങ്ങളൊരു സ്വർഗ്ഗലോകത്തെ പോലും നാണിച്ച് മൂക്കത്ത് വിരല് വെപ്പിക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ എന്നും നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും. സിനിമകൾ അവസാനിക്കും കാലം വരെ, കഥകൾ അവസാനിക്കും കാലം വരെ, മനുഷ്യർക്ക് മനുഷ്യരോടുള്ള അഗാധമായ പ്രണയവും സ്നേഹവും സഹാനുഭൂതിയും മറ്റും വരെ. പ്രിയപ്പെട്ട സച്ചി, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങളുടെ ഗന്ധത്തിന് അന്ത്യമില്ല.